മക്കളെ, ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് കറുപ്പോ വെളുപ്പോ പല്ല് നിരന്നതോ മുല്ലപ്പൂ പോലെ മുട്ടണോ മീൻ കണ്ണാണോ അതൊന്നും അല്ല ഒരു പെണ്ണിന്റെ അഴക്. ഒരു പെണ്ണിന്റെ അഴകെന്ന് പറഞ്ഞാൽ അവളെ റെസ്പെക്ട് ചെയ്യുന്ന ആദരവുള്ള തരത്തിൽ അവൾ നിൽക്കണം. ബോൾഡായിട്ട് നിൽക്കാൻ പറ്റണം, നിവർന്ന് നിൽക്കാൻ പറ്റണം, ആരെയും പേടിക്കാതെ കൂസാതെ ചങ്കൂറ്റത്തോടെ നിൽക്കുന്നതാണ് പെണ്ണിന്റെ ഐഡന്റിറ്റി. അതിന് കറുപ്പ് ബാധകമല്ല, വെളുപ്പ് ബാധകമല്ല, പൊക്കം ഒന്നും, ഒരു സൗന്ദര്യം ഒന്നും ബാധകമല്ല. അങ്ങനെ നിൽക്കണമെങ്കിൽ ഈ പുട്ടേ ബൗണ്ടറി. ഒരാണിന്റെ അടുത്ത് ബൗണ്ടറി ഇടുന്നവന് മാത്രമേ ഏത് പെണ്ണിന് നട്ടു നിവർന്ന് നിൽക്കാൻ പറ്റുള്ളൂ. അവൾ പറയുന്ന കാര്യം നടക്കുകയും ചെയ്യും. ഉള്ളുണ്ട് എൻ്റെ പെൺകുട്ടിയിലെ എൻ്റെ ഗേൾസ്, ഡിയർ ഗേൾസ്, യു പുട്ട് എ ബൗണ്ടറി, പുട്ട് എ ബൗണ്ടറി. ഇവർ ചിലപ്പോൾ നോക്കുന്ന നോട്ടങ്ങൾ ചിലപ്പോൾ നമുക്കറിയില്ല പല തരത്തിലായിരിക്കും അവർ നോക്കുന്നത്. അവരെ കുഴപ്പം പറഞ്ഞിട്ടും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവരുടെ ശരീരത്തെ ഇളക്കി വിടാതിരിക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അത് അമ്മയ്ക്കും അപ്പനും ടീച്ചറിനും ബോധമില്ലാഞ്ഞിട്ടൊന്നും അല്ല. പുട്ട് എ ബൗണ്ടറി. മക്കൾക്കറിയാവോ, ഈ പണ്ടൊക്കെ അബോർഷൻ നടക്കുന്നത് 25 വയസ്സ് കഴിഞ്ഞ കുട്ടികളിലായിരുന്നു, അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞവരിലാണ് അബോർഷൻ റേറ്റ്. പക്ഷെ ഇന്നത്തെ ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റ് ഞെട്ടിക്കുന്ന കാര്യം പറയുന്നത് 13 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് അബോർഷൻ. കുഞ്ഞി പിള്ളേരാന്നാ പറയണേ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അബദ്ധം നമുക്ക് പറ്റിയ, പെൺകുട്ടികൾക്ക് പറ്റിയ പിന്നെ മാറില്ല.